മാഷിന്റെ സ്വന്തം അപ്പു. രചന സംഭാഷണം രുദ്രപ്രിയ. ദത്തൻ കാർ വെട്ടിച്ചു മാറ്റാൻ ശ്രമിച്ചു. പക്ഷേ അതിനു മുൻപേ തന്നെ ടാങ്കർ കാറിനെ ഇടിച്ചു തെറിപ്പിച്ചിരുന്നു. കാർ ഒന്ന് രണ്ട് മലക്കം മറിഞ്ഞ് ഡിവൈഡറിൽ അടിച്ചു നിന്നു. കാറിനുള്ളിൽ നിന്ന് ചെറിയ ഞരക്കം മാത്രം കേട്ടു. അപ്പുവിനെയും തനിക്കുണ്ടായ കുഞ്ഞിനെയും കുറിച്ചുള്ള ഓർമ്മകൾ തൊണ്ടയിൽ നിന്നും ഒരു നിലവിളിയുടെ രൂപത്തിൽ കൊഴുത്ത ചോരച്ചവർപ്പോടെ പുറത്തേക്ക് വന്നു. കണ്ണുകൾ അടഞ്ഞു പോകുമ്പോഴേക്കും അവരുടെ പുഞ്ചിരിക്കുന്ന മുഖമായിരുന്നു ദത്തന്റെ കണ്ണിൽ നിറയെ. ടാങ്കർ ലോറി കുറച്ചപ്പുറത്തായി ചെന്ന് നിന്നു. ഡ്രൈവർ അതിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വേഗം കാറിനടുത്തേക്ക് ഓടി വന്നു. ഓടിക്കൂടിയ നാട്ടുകാരും പോലീസും ഫയർഫോഴ്സും എല്ലാം ചേർന്നിട്ടാണ് കാർ വെട്ടിപ്പൊളിച്ച് ദത്തനെ പുറത്തേക്കെടുത്തത്. ജീവനറ്റ ശരീരമായിരുന്നു കാറിൽ നിന്നും പുറത്തേക്ക് വന്നത്. അത്യാവശ്യ ബോർഡ് മീറ്റിംഗിനിടയിൽ ഇരിക്കുമ്പോഴാണ് രാജശേഖരന് പ്രഭയുടെ കോൾ വന്നത്. പ്രഭയുടെ കോളായതുകൊണ്ട് തന്നെ അദ്ദേഹം പെട്ടെന്ന് കോൾ അറ്റൻഡ് ചെയ്തു. രാജേട്ടാ, ഇതെവിടെയാ? അവരുടെ ശബ്ദത്തിൽ നിറഞ്ഞ സന്തോഷമായിരുന്നു. രാജൻ പെട്ടെന്ന് തന്നെ ഫോണുമായി കോൺഫറൻസ് ഹാളിൽ നിന്നും പുറത്തേക്ക് വന്നു. എന്താടോ ഇത്രയും സന്തോഷം? താൻ ആകെ ത്രില്ലടിച്ച പോലെയുണ്ടല്ലോ. രാജേട്ടാ, ഒരു സന്തോഷ വർത്തമാനം പറയുവാനുണ്ട്. നമ്മുടെ ദത്തൻ അച്ഛനാകാൻ പോകുന്നു. രാജശേഖരൻ ആർത്തു ചിരിച്ചു. എത്ര കാലമായി കേൾക്കാൻ കൊതിക്കുന്ന ഒരു വാക്കാണിത്. അപ്പുമോൾ എന്ത് ചെയ്യുന്നു? താൻ അവളുടെ ഒപ്പം തന്നെ കാണണം. ഞാൻ വേഗം അവിടെ വരാം. പിന്നെ രാജേട്ടൻ ഒരു കാര്യം ചെയ്തേക്ക്. രഘുവിനെയും രാധയെയും ഒക്കെ ഒന്ന് വിളിച്ചറിയിക്ക്. എനിക്കാണെങ്കിൽ സന്തോഷം കൊണ്ട് എന്ത് ചെയ്യണമെന്നറിയില്ല. ഞാൻ വിളിച്ച് പറഞ്ഞേക്കാം. രാജൻ അതും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. രഘു മാർജിൻ ഫ്രീയിലിരിക്കുമ്പോഴാണ് രാജശേഖരൻ്റെ കോൾ വരുന്നത്. എടോ, താൻ അത്യാവശ്യമായി വീട്ടിലേക്ക് വരണം. വരുമ്പോൾ രാധയെയും അനീഷിനെയും ഒക്കെ കൂട്ടി വാ. രാജശേഖരൻ്റെ സംസാരത്തിലെ സന്തോഷം തിരിച്ചറിഞ്ഞ രഘു കാര്യം എന്താണെന്ന് തിരക്കി. സന്തോഷിക്കാനുള്ള വകയുണ്ട്. ഞാനും താനും അപ്പൂപ്പനാകാൻ പോകുന്നു. അപ്പുമോൾ പ്രഗ്നൻ്റ് ആണ്. രഘുവിന് സന്തോഷം കൊണ്ട് കണ്ണുകൾ നിറഞ്ഞു. ഞാൻ എത്രയും പെട്ടെന്ന് അവിടേക്ക് വരാം. ഫോൺ മാറ്റിവെച്ച് രഘു വേഗം അനീഷിൻ്റെ അടുത്തേക്ക് ചെന്നു. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നമുക്ക് കടയിൽ അവധിയാക്കാം. വീട്ടിൽ ചെന്ന് അമ്മയെയും കൂട്ടി അപ്പുവിൻ്റെ അടുത്തേക്ക് പോകണം. എന്തിനാണ് ഉച്ചയ്ക്ക് ശേഷം കട അവധിയാക്കുന്നത്? അച്ഛൻ കാര്യം എന്താണെന്ന് പറ. എടാ, രാജശേഖരൻ സാറിൻ്റെ ഫോൺ ഉണ്ടായിരുന്നു. അപ്പുമോൾക്ക് വിശേഷമുണ്ടെന്ന്. നമുക്ക് വീട്ടിൽ പോയി അമ്മയെയും കൂട്ടി എത്രയും പെട്ടെന്ന് അവിടെ എത്തണം. ആ വാർത്ത കേട്ടപ്പോൾ അനീഷിനും സന്തോഷം തോന്നി. പുതിയ ജീവിതവുമായി തൻ്റെ അനിയത്തി പൊരുത്തപ്പെട്ട് തുടങ്ങിയല്ലോ എന്നായിരുന്നു അവൻ്റെ മനസ്സിൽ. വിവാഹം കഴിഞ്ഞതിന് ശേഷം ഒരുപാട് തവണയൊന്നും അവിടേക്ക് കയറിപ്പോകാൻ അനീഷിന് കഴിഞ്ഞിട്ടില്ല. രഘുവിൻ്റെ അവസ്ഥ അതുതന്നെയായിരുന്നു. അവളോട് ചെയ്ത എന്തോ മഹാ അപരാധമാണ് എന്ന ചിന്ത എല്ലാവരുടെയും മനസ്സിൽ. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് അമ്മ മാത്രം അവളെ കാണാൻ പോകുമായിരുന്നു. ഒരിക്കൽ അവൾ തന്നെ അച്ഛനോട് പറഞ്ഞു അവളെ കാണാൻ ചെല്ലരുതെന്ന്. അത് രഘുവിനെ വളരെ വിഷമം നൽകിയെങ്കിൽ പോലും അവളുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിച്ചപ്പോൾ അവളെ കുറ്റം പറയാൻ അയാൾക്ക് കഴിഞ്ഞില്ല. ഏറെ നാളുകൾക്ക് ശേഷമാണ് തങ്ങളുടെ കുടുംബത്തിൽ ഇങ്ങനെയൊരു സന്തോഷം കടന്നു വരുന്നത്. അച്ഛനും മോനും കൂടി മാർജിൻ ഫ്രീയിൽ നിന്ന് അവൾക്ക് ഇഷ്ടപ്പെട്ട അച്ചപ്പവും മിൽക്ക് ബിക്കീസിൻ്റെ ബിസ്ക്കറ്റും നട്ട്സ്, ഡയറി മിൽക്ക്, ലഡു, ജിലേബി, പിന്നെ കുറേ ഫ്രൂട്ട്സ് ഐറ്റംസ് എല്ലാം എടുത്തു വെച്ചു. രാജശേഖരൻ എത്രയും പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലെത്തി അപ്പുവിനെയും പ്രഭയെയും കണ്ട് അവർക്കൊപ്പം അല്പനേരം ചിലവഴിച്ചു. ഒരു കോൾ വന്നതും രാജൻ ഫോണുമായി റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി. അപ്പുറത്തു നിന്നും കേട്ട വാർത്തയിൽ തലയ്ക്ക് കൂടം കൊണ്ടടിച്ചതുപോലെ രാജന് തോന്നി. ഭൂമി പിളർന്ന് അയാൾ വലിയൊരു ഗർത്തത്തിലേക്ക് എടുത്ത് എറിയപ്പെട്ടതുപോലെ. കയ്യിലിരുന്ന മൊബൈൽ ഫോൺ നിലത്തേക്ക് തെറിച്ച് വീണു. അപ്പുവിൻ്റെ ഡിസ്ചാർജിനെ കുറിച്ച് അന്വേഷിക്കാൻ രാജനോട് പറയാൻ വന്ന പ്രഭ കാണുന്നത് ഇതാണ്. നിലത്തേക്ക് വീണ ഫോൺ ചിതറിക്കിടക്കുന്നതും രാജന്റെ നിൽപ്പും നിറഞ്ഞു തുളുമ്പിയിരിക്കുന്ന അയാളുടെ കണ്ണുകളെയും ഒക്കെ കണ്ടു. അവർ വേഗം വീൽ ചെയറിൽ രാജന്റെ അടുത്തേക്ക് എത്തി അയാളുടെ കൈകളിൽ പിടിച്ചു. എന്ത് പറ്റി രാജേട്ടാ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അപ്പോഴേക്കും അവരുടെ മുന്നിലൂടെ സ്ട്രക്ചറിൽ ഉരുട്ടിക്കൊണ്ടുവന്നു. അതിൽ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ദത്തൻ. കണ്ട കാഴ്ച വിശ്വസിക്കാനാവാതെ രാജൻ തളർന്നു നിന്നപ്പോൾ ഒരു നിലവിളി ഒച്ചയോടുകൂടി പ്രഭ ആർത്തു കരഞ്ഞു. മോനെ, ദത്താ, എൻ്റെ കുഞ്ഞിന് എന്ത് പറ്റി? അവർ സ്ട്രെച്ചറിൽ കിടക്കുന്ന ദത്തനെ നോക്കി. റൂമിൽ നിന്നും പുറത്തേക്ക് വന്ന അപ്പു കാണുന്നത് ചോരയിൽ കുളിച്ചു കിടക്കുന്ന ദത്തനെയാണ്. ഒന്നുറക്കെ നിലവിളിക്കാൻ പോലുമുള്ള കരുത്ത് ഇല്ലാതെ അവൾ ബോധമറ്റ് നിലത്തേക്ക് വീണു. മകൾ ഗർഭിണിയാണെന്നറിഞ്ഞ സന്തോഷത്തിന് മീതെ മരുമകൻ്റെ മരണവാർത്ത അറിഞ്ഞ രഘുവും രാധയും അനീഷുമൊക്കെ കരയാൻ പോലും മറന്നങ്ങനെ നിന്നു. ബോഡി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ വിട്ടുകിട്ടൂ എന്ന് ഡോക്ടർ അറിയിച്ചു. അപ്പുവിന് ഇതുവരെ ബോധം വീണിട്ടില്ല. പ്രഭയുടെ അവസ്ഥയും ഏതാണ്ട് അതൊക്കെ തന്നെയാണ്. രാജശേഖരനും രഘുവും ഹോസ്പിറ്റലിലുണ്ട്. എന്ത് ചെയ്യണമെന്ന് ആർക്കും ഒരെത്തും പിടിയും കിട്ടിയില്ല. ആകെ തളർന്നു നിൽക്കുകയാണ് ഇരു കുടുംബവും. അപ്പുവിനെ വീട്ടിലേക്ക് കൊണ്ടുവന്നു.
സുഡേഷൻ കൊടുത്താണ് അവളെ കിടത്തിയിരിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഓർമ്മ വരുമ്പോൾ ആർത്തലച്ച് വിളിക്കും. ചില നേരം ചുവരെ നോക്കി മിണ്ടാതെ കിടക്കും. ആരോടും അവൾ ഒന്നും മിണ്ടിയില്ല. രാധയും പ്രഭയും അടുത്ത് ചെന്നിട്ടും അവൾ രാധയെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ പ്രഭയുടെ നെഞ്ചിലേക്ക് ചാരി കിടന്നു. അനീഷ് ഒരു തവണ അടുക്കലേക്ക് ചെന്നപ്പോൾ അവൻ്റെ നെഞ്ചിലേക്ക് വീണ് ആർത്തലച്ചു കരഞ്ഞു. ഒടുവിൽ ബോധം മറഞ്ഞു വീണു. ഇടയ്ക്ക് എപ്പോഴോ രഘുവിനെ നോക്കി അവളുടെ കണ്ണുകളിൽ നിറഞ്ഞിരിക്കുന്ന ഭാവം എന്താണെന്ന് ആർക്കും അറിയാൻ കഴിഞ്ഞില്ല. അവളുടെ മുന്നിൽ നിന്നൊരുങ്ങുന്നത് പോലെ അയാൾക്ക് തോന്നി. പിന്നീട് അയാൾ അപ്പുവിൻ്റെ മുന്നിലേക്ക് വന്നതേയില്ല. ഇത്ര പെട്ടെന്നാണ് സന്തോഷത്തിൻ്റെ മേൽ സങ്കടത്തിൻ്റെ കരിനിഴൽ വീണത്. സന്തോഷത്തിൻ്റെ കൊടുമുടിയിൽ നിന്ന് ദുഃഖത്തിൻ്റെ കയത്തിലേക്കുള്ള വീഴ്ച അത്രയേറെ ആഴമുള്ളതായിരുന്നു. മൊബൈൽ മോർച്ചറിയിൽ വെള്ളപുതച്ച് കിടക്കുന്ന ദത്തൻ്റെ അരികിൽ പ്രഭയും രാധയും ഇരിക്കുന്നുണ്ട്. വരുന്നവരെല്ലാം അപ്പുവിനെ അന്വേഷിക്കുന്നുണ്ട്. പക്ഷെ അവൾ ഉമ്മറത്തേക്ക് വരാൻ തന്നെ കൂട്ടാക്കുന്നില്ല. ഒടുവിൽ അവളെ പുറത്തേക്ക് കൊണ്ടുവരുന്നതിനായി അനീഷ് ഉള്ളിലേക്ക് പോയി. മുറിയിലേക്ക് ചെല്ലുമ്പോൾ കട്ടിലിൽ ഒരറ്റത്ത് ചുരുണ്ട് കിടക്കുന്ന അപ്പുവിനെ കണ്ടപ്പോൾ അനീഷിൻ്റെ ഹൃദയം പിടഞ്ഞു. കുറച്ചുനാൾ മുന്നേ വരെ തുള്ളിച്ചാടി നടന്നിരുന്ന കുഞ്ഞു പെങ്ങളാണ്. ഇഷ്ടമില്ലാത്ത ഒരു വിവാഹം കഴിച്ചതോടുകൂടി അവളുടെ ജീവിതത്തിൽ വന്ന മാറ്റമെല്ലാം അവൻ ഒരു നിമിഷം ഓർത്തുപോയി. അവളുടെ കളിച്ചിരിയും സന്തോഷവും എല്ലാം അവസാനിച്ചിട്ട് നാളുകളേറെയായി. അനീഷ് കട്ടിലിൽ വന്നിരുന്ന് അപ്പുവിനെ പതിയെ വിളിച്ചുണർത്തി. അപ്പു തലയുയർത്തി അനീഷിനെ നോക്കി കരഞ്ഞു. കറുപ്പ് ബാധിച്ചിരിക്കുന്നു അവളുടെ കണ്ണുകളിൽ. വല്ലാത്ത അവശത അവളുടെ മുഖത്തുണ്ട്. അനീഷ് അവളെ എഴുന്നേൽപ്പിച്ച് അവൻ്റെ ശരീരത്തോട് ചേർത്ത് പിടിച്ചു. അപ്പൂ, നീയൊന്ന് ഉമ്മറം വരെ വന്നിരിക്ക്. വരുന്നവരൊക്കെ നിന്നെ അന്വേഷിക്കുന്നുണ്ട്. എത്ര നേരമാ മോളെ നീ ഇവിടെ ഇങ്ങനെ? പറഞ്ഞു മുഴുമിപ്പിക്കാൻ അനീഷിന് കഴിഞ്ഞില്ല. അപ്പു കണ്ണുകൾ ഉയർത്തി അവനെ നോക്കി. തൊണ്ടയിൽ ഉരുണ്ടുവന്ന ഗദ്ഗതത്തെ അവൾ ചുണ്ടുകൾ കൊണ്ട് കടിച്ചമർത്തി. അപ്പുവിനെല്ലാം നഷ്ടമായില്ലേ ഏട്ടാ? അവിടെ വന്ന് ഞാൻ എന്താണ് കാണേണ്ടത്? ചലനമില്ലാതെ കിടക്കുന്ന ആ മനുഷ്യനെ എനിക്ക് കാണണ്ട. സ്നേഹിക്കാൻ തുടങ്ങിയതേ ഉള്ളൂ ഏട്ടാ. അപ്പോഴേക്കും പറിച്ചെടുത്ത് കളഞ്ഞില്ലേ എന്നിൽ നിന്ന്? അച്ഛനാണെന്നുള്ള വാർത്തയറിഞ്ഞ് ഓടി വന്നതല്ലേ അപ്പുവിനെ ഒന്ന് കാണാൻ. എന്നിട്ട് ഞാൻ എങ്ങനെയാണ് ഏട്ടാ? എനിക്ക് കഴിയില്ല ആ കിടപ്പ് കാണാൻ. അപ്പുവിനെ സ്നേഹിക്കുന്നവർക്കൊക്കെ എന്താ ഏട്ടാ ഇങ്ങനെ സംഭവിക്കുന്നത്? എല്ലാവരും അപ്പുവിനെ സ്നേഹിച്ചിട്ട് കടന്നു കളയുകയാണ്. അപ്പുവിൻ്റെ സ്നേഹം മുഴുവൻ വാങ്ങിച്ച് എല്ലാവരും അപ്പുവിനെ ഇട്ടിട്ട് പോകുന്നു. എന്നെ ഒന്ന് കൊന്നു തരുമോ ഏട്ടാ? മതിയായി എനിക്ക് ഈ ജീവിതം. ആർക്ക് വേണ്ടിയാ, എന്തിനു വേണ്ടിയാ ഞാൻ ജീവിക്കുന്നേ? എനിക്ക് മടുത്ത് ഏട്ടാ. അങ്ങനെ പറയല്ലേ മോളെ. നിങ്ങൾക്ക് ഞങ്ങളൊക്കെ ഇല്ലേ? ആരൊക്കെയാ ഏട്ടാ ഞങ്ങൾ? അപ്പുവിന് വേണ്ടവർ ആരൊക്കെയെന്ന് മറ്റാരെക്കാളും നന്നായി ഏട്ടൻ അറിയാമായിരുന്നില്ലേ? എന്നിട്ട് എല്ലാവരും കൂടി എന്നെ തോൽപ്പിച്ചു. ആ പാവത്തിനെ ഇവിടെ നിന്ന് എവിടേക്കോ പോകാൻ ഇടയാക്കിയില്ലേ? അകലിൽ നിന്നൊന്ന് കാണുവാൻ പോലും കഴിയാതാക്കിയില്ലേ? എല്ലാവരും കൂടി നശിപ്പിച്ചില്ലേ ഏട്ടാ അപ്പുവിൻ്റെ ജീവിതം? നഷ്ടപ്പെടലുകൾ മാത്രമേ അപ്പുവിന് കൂട്ടായുള്ളൂ. എനിക്ക് കാണണ്ട ഏട്ടാ, പറ്റില്ല എനിക്ക്. നെഞ്ചൊക്കെ നോവുന്നു വല്ലാണ്ട്. മരിച്ചേനെ, കൂടെ പോയേനെ. പക്ഷെ ഒന്നും അറിയാത്ത ഒരു കുഞ്ഞു ജീവനെ കൂടി തന്നിട്ട് പോയില്ലേ? മരിക്കാനുള്ള അവകാശം പോലും അപ്പു എന്നേ തീരെഴുതി കൊടുത്തു. അനീഷിൻ്റെ കണ്ണുകൾ നിറഞ്ഞു തൂവി അവളെ ഒന്നുകൂടി ചേർത്ത് പിടിച്ചു. കണ്ണുകൾ മുണ്ടിൻ്റെ തുമ്പിൽ തുടച്ചു വിട്ടു. നീ ഒന്ന് അതുവരെ വന്ന് അവനെ ഒന്ന് കാണ്. അനീഷ് തന്നെയാണ് അവളെ ബെഡിൽ നിന്നും എഴുന്നേൽപ്പിച്ചത്. എഴുന്നേറ്റ് നിൽക്കുമ്പോൾ അപ്പു വേയിച്ചു പോകുന്നുണ്ടായിരുന്നു. അനീഷ് അവളെ തൻ്റെ നെഞ്ചോരം ചേർത്ത് പിടിച്ചു. ഉമ്മറത്തെ ഹാളിലെ നിലവിളക്കിന് മുന്നിലായി കിടക്കുന്നവനടുത്തേക്ക് അനീഷ് അവളെ കൊണ്ടുവന്നിരുത്തി. കണ്ണാടി ഗ്ലാസുകൾക്കുള്ളിൽ കിടക്കുന്നവനെ കണ്ടപ്പോൾ അവൾക്ക് ഹൃദയം പൊട്ടുന്നത് പോലെ തോന്നി. കൈകൾ ഗ്ലാസിൻ്റെ പുറത്തുകൂടി അവൻ്റെ മുഖത്തേക്ക് അവൾ ഓടിച്ചു. കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. സ്നേഹിച്ചു തുടങ്ങിയതേ ഉള്ളൂ. അപ്പോഴേക്കും ഇത്രയും നാൾ അവഗണിച്ചു. ഒന്ന് ചേർത്ത് പിടിക്കാൻ കൊതിച്ചപ്പോൾ എന്നേക്കുമായി വിട്ടുപോയില്ലേ? എല്ലാവരും അപ്പുവിനെ തോൽപ്പിക്കുകയാണല്ലേ? ഞാൻ എല്ലാം തുറന്നു പറഞ്ഞതല്ലേ? എന്നിട്ടും എന്നോട്. ഒടുവിൽ അമ്മയാവാൻ പോകുന്നു എന്നറിഞ്ഞപ്പോൾ സന്തോഷം തോന്നി. ഒന്ന് കാണാൻ കൊതിച്ചപ്പോൾ എന്നെ തോൽപ്പിച്ചു. ഒറ്റയ്ക്ക് കടന്നു കളഞ്ഞു. അപ്പുവിനും കുഞ്ഞിനും ആരുമില്ലാതായില്ലേ? മനസ്സിൽ ഓരോന്ന് എണ്ണി എണ്ണി പറഞ്ഞവൾ കരഞ്ഞു. ഒടുവിൽ ദത്തേട്ട എന്ന നിലവിളിയോടെ അവൾ കുഴഞ്ഞ് നിലത്തേക്ക് വീണു.